യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിന്റെ 62ാമത്തെ സമ്മേളനം എന്ന് പറയുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും നടക്കാൻ ആഗ്രഹിക്കാത്ത സമ്മേളനമായി മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറ്റിയിരിക്കുകയാണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചെത്തിയ ആ പെൺപുലി അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാന്റെ പത്തിക്കടിച്ചിരുത്തി എന്ന് വേണം പറയാൻ. ഓരോ സത്യസന്ധമായ കാര്യങ്ങളും ഓരോ പ്രവർത്തനങ്ങളും വെച്ച് കൃത്യമായ നിരീക്ഷണത്തോടു കൂടിയുള്ള ആ അടി ഇന്ത്യൻ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു മറുപടിയായി തന്നെ നമുക്ക് കണക്കാക്കാം. 62ാമത് സമ്മേളനത്തിൽ പാകിസ്ഥാന്റെ വ്യാജവാദങ്ങളെയും കള്ളപ്രചാരണങ്ങളെയും പൂർണ്ണമായും പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഭീകരവാദത്തെ ഭരണകൂട നയമായി സ്വീകരിച്ച് ഒടുവിൽ സ്വയം നശീകരണ പാതയിൽ നിൽക്കുന്ന ഒരു ഫ്രാങ്കൻസ്റ്റൈൻ രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ഇന്ത്യ UN വേദിയിൽ തുറന്നടിച്ചു. UNലെ ഇന്ത്യയുടെ സ്ഥിരം മിഷൻ ഫസ്റ്റ് സെക്രട്ടറിയായ അനുപമ സിംഗ് ആണ് പാകിസ്ഥാന്റെ പൊള്ളത്തരങ്ങൾ ജനീവയിൽ വലിച്ചുകീറി കയ്യിൽ കൊടുത്തത്. പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്ന എല്ലാ ആഭ്യന്തര പ്രതിസന്ധികളും സ്വന്തം പ്രവൃത്തികളുടെ അനന്തരഫലമാണ് മാത്രമാണെന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. തങ്ങൾ ഭീകരവാദത്തിന്റെ ഇരകളാണെന്ന പാകിസ്ഥാന്റെ സ്ഥിരം അവകാശവാദങ്ങളെ ശക്തമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അനുപമ സിംഗ് മറുപടി പ്രസംഗം ആരംഭിച്ചത്. സ്വന്തം കൈകൊണ്ട് വളർത്തിയെടുത്ത രാക്ഷസൻ ഒടുവിൽ തിരിഞ്ഞുകൊത്തുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഞെട്ടിപ്പോകുന്ന അവസ്ഥയിലാണ് പാകിസ്ഥാൻ എന്ന് അവർ പരിഹസിച്ചു. ഭീകരവാദികളെ സംരക്ഷിക്കുന്നതും അവർക്ക് പരിശീലനം നൽകുന്നതും വിന്യസിക്കുന്നതും തങ്ങളുടെ ഭരണകൂട നയമാണ് എന്ന നിലവിലെ പ്രതിരോധ മന്ത്രി തന്നെ പരസ്യമായി വീമ്പു പറയുന്ന ഒരു രാജ്യം എങ്ങനെയാണ് ഭീകരവാദത്തിന്റെ ഇരകളാണെന്ന് സ്വയം വിശേഷിപ്പിക്കുക എന്ന് അവർ ചോദിക്കുകയാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഭീകര സംഘടനയെ വളർത്തിയെടുക്കുകയും പിന്നീട് ആ ശക്തി തങ്ങളെ തന്നെ തിരിഞ്ഞുകടിച്ച് വലിയ ഭീഷണിയായി മാറുകയും ചെയ്യുന്ന അവസ്ഥയെ സൂചിപ്പിക്കാനാണ് മേരി ഷെല്ലിയുടെ പ്രശസ്തമായ നോവലിനെ ആസ്പദമാക്കി ഫ്രാങ്കൻസ്റ്റൈൻ സ്റ്റേറ്റ് എന്ന സാഹിത്യ രാഷ്ട്രീയ പ്രയോഗം ഇന്ത്യൻ നയതന്ത്രജ്ഞ പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചത്. ഏതു മന്ത്രിയുടെ പേരാണെന്ന് അനുപമ സിംഗ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മുൻപ് നടത്തിയ വെളിപ്പെടുത്തലുകളെയാണ് ഇന്ത്യ ആയുധമാക്കിയത്. 3 പതിറ്റാണ്ടിലേറെയായി പാകിസ്ഥാൻ ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും ധനസഹായം നൽകുകയും ചെയ്തിട്ടുണ്ടെന്ന ഒരു അഭിമുഖത്തിൽ തന്നെ ഖ്വാജ ആസിഫ് തുറന്നു സമ്മതിച്ചിരിക്കുന്നു. അമേരിക്കയ്ക്കും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾക്കും വേണ്ടി പാകിസ്ഥാൻ വൃത്തികെട്ട പണികൾ നടത്തി ഒടുവിൽ രാജ്യത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു എന്ന തെറ്റായി പോയി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ പരാമർശം. ആഭ്യന്തര പരാജയങ്ങളിൽ വലയുന്ന പാകിസ്ഥാൻ പാക് അധിനിവേശ കശ്മീരിലെ റാവലോകോട്ട് മേഖലയിൽ സ്വന്തം ജനങ്ങൾക്ക് നേരെ നടത്തുന്ന ക്രൂരതകളും ഇന്ത്യ അന്താരാഷ്ട്ര വേദിയിൽ തുറന്നുകാട്ടി. കടുത്ത വിലക്കയറ്റം, ഉയർന്ന വൈദ്യുതി നിരക്ക്, സാമ്പത്തിക പ്രതിസന്ധി എന്നിവയ്ക്കെതിരെ കഴിഞ്ഞ മാസങ്ങളിൽ POKയിലുടനീളം വൻ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ജനങ്ങൾ സബ്സിഡി നിരക്കിൽ ഗോതമ്പും അരിയും ആവശ്യപ്പെട്ടപ്പോൾ പ്രതിഷേധക്കാരെ പാകിസ്ഥാൻ സൈന്യം വെടിയുണ്ടകൾ കൊണ്ട് അടിച്ചമർത്തുകയാണ് ചെയ്തത്. ഈ സൈനിക നടപടിയിൽ 16 പേർ കൊല്ലപ്പെടുകയും 40-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഭക്ഷണത്തിനായുള്ള സ്വന്തം ജനങ്ങളുടെ ആവശ്യങ്ങളെ വെടിയുണ്ടകളും ക്രൂരതയും കൊണ്ടാണ് പാകിസ്ഥാൻ നേരിട്ടതെന്ന് അനുപമ സിംഗ് ആഞ്ഞടിച്ചു. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികൾ നടത്തുന്ന വ്യാജ പരാജയങ്ങൾ സ്വന്തം ഭരണപരാജയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് ഇന്ത്യ അടിവരയിട്ടു പറഞ്ഞു. ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾക്ക് മേൽ അവകാശവാദം ഉന്നയിക്കാൻ സമയം കളയുന്നതിന് പകരം സ്വന്തം രാജ്യത്തെ തകർന്ന അവസ്ഥ നേരെയാക്കാൻ പാകിസ്ഥാൻ ശ്രദ്ധിക്കണമെന്ന് അനുപമ സിംഗ് ആവശ്യപ്പെട്ടു. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി തുടരുമെന്നും കശ്മീർ വിഷയത്തിൽ ഇനി പരിഹരിക്കപ്പെടാനുള്ള ഒരേ ഒരു കാര്യം പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ തിരികെ നൽകുക എന്നത് മാത്രമാണെന്നും ശക്തമായ ഭാഷയിൽ ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും അനുപമ സിംഗിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം.